ഹലോ ഗൈസ്, സവർക്കറുടെ പേര് ഒരു ചോദ്യ പേപ്പറിലോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന വാശി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കാണ്? ബ്രിട്ടീഷ് ഭരണകൂടം ഏറ്റവും കടുത്ത തടവ് ശിക്ഷകൾ ദീർഘകാലം വിധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനാരെന്ന ചോദ്യത്തിന് ഉത്തരം വീര സവർക്കർ തന്നെയാണ്. ദീർഘകാലം എന്ന് മാത്രമല്ല, ഏറ്റവും കൊടിയ തടവ് ശിക്ഷകൾ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് അദ്ദേഹം. ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം പീഡിപ്പിക്കുകയും തടങ്കലിൽ വെക്കുകയും ചെയ്ത വ്യക്തി എന്ന ഒരൊറ്റ ടൈറ്റിൽ മാത്രം മതി അദ്ദേഹത്തോട് സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അർഹതപ്പെട്ട പലർക്കും സ്ഥാനം നൽകാതെ പോയിട്ടുണ്ട്. നേരെ മറിച്ച് അനർഹരായ പലരെയും മഹത്വവൽക്കരിച്ചിട്ടുമുണ്ട്. സ്വാതന്ത്ര്യ സമരം ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ സമരമായിരുന്നില്ല, ഒരു ജനതയുടെ പോരാട്ടമായിരുന്നു. ഈ മഹാരാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച ദേശസ്നേഹികളെ പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്താതെ ഇരിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. ഭരണകൂടവും മാധ്യമങ്ങളും അന്ധമായ BJP വിരോധത്തിന്റെ പേരിൽ ചരിത്രത്തെയും ദേശീയതയും ദേശീയ നേതാക്കളെയും ദേശീയ ഗീതത്തെ പോലും കേരളത്തിൽ അപമാനിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ഒരു വിഭാഗം മലയാളികളുമുണ്ട്. അവർ കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷങ്ങളാണ്. ഈ രാജ്യത്തെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന ദേശീയവാദികളാണ്. അവർക്ക് ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. അവർ പരമപ്രധാനമായി കാണുന്നത് ഈ രാജ്യത്തെയും അതിന്റെ ആത്മാവായ സാംസ്കാരിക ദേശീയതയും മാത്രമാണ്. അതിലൊരാളാണ് ഞാനും എന്ന അഭിമാനത്തോടെ ഉറക്ക വിളിച്ച് പറയുന്ന ആളാണ് ഞാൻ. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയം അവരുടെ നിലനിൽപ്പിനായി വർഗീയതയെ വളർത്തുകയും ദേശീയതയെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലെ സമകാലികമായ സംഭവങ്ങൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ വിഭജനത്തിന് തന്നെ കാരണമായ രാഷ്ട്രീയ പ്രസ്ഥാനം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കീ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന അധികാര സ്ഥാനങ്ങളിലും രാജ്യത്തോട് കൂറു പുലർത്തുന്ന ദേശീയവാദ പ്രസ്ഥാനങ്ങൾ തൊട്ടുകൂടായ്മയിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പണ്ട് സവർക്കറെ ആദരിച്ച AKGയും EMSഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ തലത്തിൽ ഒരു പ്രസക്തി ഉണ്ടെന്നുള്ള തോന്നൽ ഉളവാക്കിയിരുന്നു. അതുപോലെ കോൺഗ്രസുകാർ അവരുടെ ഏറ്റവും ജനപ്രിയയും ശക്തിയുമായിട്ടുള്ള പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ഇന്ന് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും രാജ്യത്തെയും ദേശീയതയും മറന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്നാലെ വാലാട്ടി നടക്കുമ്പോൾ രാജ്യത്തിനായി ജീവനും ജീവിതവും കൊടുത്ത ധീര ദേശാഭിമാനികൾ അവർക്ക് അനഭിമതരാവുക എന്നത് സ്വാഭാവികം മാത്രം. ഇതുകൊണ്ട് തന്നെയാണ് രാജ്യം ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഇന്ന് തഴഞ്ഞിട്ടിരിക്കുന്നത്. ലീഗ് മന്ത്രി പിരിച്ചുവിട്ട കാസർകോട്ടെ അധ്യാപകന് കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള ഇന്ത്യക്കാരുടെ ശക്തമായ പിന്തുണ ഞാൻ അറിയിക്കുന്നു. ഇന്ത്യ ഇന്നും ജനാധിപത്യ രാജ്യമാണ്. 10 പേരുടെ അധികാരത്തിന്റെ പുറത്ത് കേരളം ഒരു മതരാജ്യമായെന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ദിവാസ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കേരളം എന്ന ഇട്ടാവട്ടം ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.